നമ്മളൊരു പ്രയാസത്തിലും പ്രതിസന്ധിയിലൊക്കെ തട്ടി നിൽക്കുമ്പോഴാണ് പലപ്പോഴും ആലോചിക്കുക, എന്തിനായിരുന്നു ഈ ജീവിതം, എന്തിനാണ് ഇപ്പോൾ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് സ്വയം ചോദിക്കുന്ന ആളുകളുണ്ട്. അതെപ്പോഴും എന്താ അറിയോ, ഈ വൈബൊക്കെ അങ്ങോട്ട് പോയി. ഇപ്പം നമ്മളിങ്ങനെ വല്ലാത്തൊരു വൈബിലാണ്. ഇൻസ്റ്റഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ത്രെഡിൻ്റെ ഒക്കെ വല്ലാത്തൊരു വൈബിൻ്റെ ലോകത്താണ്. ഒന്നിനും സമയമല്ല. ഷോർട്സിൻ്റെ റീൽസിൻ്റെ ഒക്കെ സമയം ഇങ്ങനെ കുറച്ച് കൊണ്ടുവരാണ്. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ റീൽസ് എങ്ങനെ കാണാം, കൂടുതൽ റീൽസ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇൻഡസ്ട്രി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ചെറിയ MB എങ്ങനെ ഡൗൺലോഡ് ചെയ്താം എന്നാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഡാറ്റ പോലും കിട്ടാത്ത സ്ഥലത്ത് എങ്ങനെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എന്നതാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന റിസർച്ച്. അതിൽ നമുക്ക് ആലോചിക്കാൻ സമയമില്ല, നമുക്ക് ആലോചിക്കാൻ അവർ സമയം തരുന്നില്ല എന്നതാണ് ശരി. എന്തിനാണ് ഈ ജീവിതം, എന്തിനാണ് ഈ ജീവിതം? നമ്മളോട് ചോദിക്കാതെ, നമ്മളോട് പറയാതെ, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക മാതാപിതാക്കൾക്ക് ഒരു പ്രത്യേക തൊലിയുടെ നിറമായി നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണത് നമ്മുടെ അനുവാദമില്ലാതെയാണ്. ഒരു പ്രത്യേക സമയത്ത് നമ്മളെ തിരിച്ചു വിളിക്കുകയും ചെയ്യും, നമ്മുടെ അറിവോ സമ്മതമോ ഇല്ലാതെ. ഈ അൺസ്റ്റേബിൾ ആയിട്ടുള്ള, അൺസർട്ടൻ ആയിട്ടുള്ള ഈ ചെറിയ ഒരു ആയുസ് എന്തിനു വേണ്ടിയാണ് എന്ന് ആത്മാർത്ഥമായി നമ്മളോട് ചോദിക്കാൻ തയ്യാറായാൽ സഹോദരങ്ങളെ, ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം കൃത്യമായിട്ട് മനസ്സിലാകും. അത് പഠിപ്പിക്കാനാണ് അമ്പിയാക്കന്മാർ വന്നത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈർ ഫിത്ന വഇലൈനാ തുർജഊൻ. എന്താണ്? നന്മ കൊണ്ടും എല്ലാ ആത്മാവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ നാം നന്മ നൽകിക്കൊണ്ടും തിന്മ നൽകിക്കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കും. നമ്മളിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. അതാണ് സഹോദരങ്ങളെ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം.